ഇന്നിപ്പോൾ ആളുകൾ അടികൂടാ രാജാവാകാൻ. രാജാവാകാൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാർ എനിക്കറിയാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും. പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാവ് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. അത് എന്ന് വരുമെന്നുള്ള ബേജാറിലാണ്. മഹദി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാർ തകരണം, അല്ലാതെ മഹദി വരൂല. എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹദി വരണം, നടക്കൂല. കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും മഹദി വരണം. നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മഹദി വരണം, നടക്കൂല. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽക്കുൽ അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്ന് തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? അറബ് രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ മഹദി പുറത്തു വരികയില്ല, അത് തകരുകയും ചെയ്യും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും. പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. ആ അരക്ഷിതാവസ്ഥയിലെ മഹദി വരും. അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവും ഇല്ല. മഹദി വരണമെങ്കിൽ അറബ് ഇംപീരിയലിസം തകരണം, അല്ല വരൂല. എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം. ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം, അല്ലാതെ മഹദി വരൂല. ഒരു നേരത്തെ അന്നം അങ്ങനെയാണ്. കോടാനക്കോടി സ്വർണ്ണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും. അപ്പോഴേ മഹദി വരും. ഒരു സൗദിക്ക്, ഒരു UAE-കാരന്, ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണ്ണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം. അങ്ങനത്തെ ഒരു കാലത്ത് മഹദി വരിക. അത്രയും എക്കണോമിക്കലി അവർ തകർന്നു. രാജാവാകാൻ ഒരാൾ കിട്ടൂല. അപ്പോഴാണ് വലിച്ചു കൊണ്ടുവരിക ജനം ഒരാളെ, അയാളാണ് മഹദി. ഇന്നിപ്പോൾ ആളുകൾ അടികൂടാ രാജാവാകാൻ. രാജാവാകാൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാർ എനിക്കറിയാം. അവർ രാജാവാകാൻ കൊതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കൊതിച്ചപ്പോൾ അവർ അതിൻ്റെ പേരിൽ തന്നെ അവർ ഇരുമ്പൊഴിക്കളിൽ ഉള്ളിലായി. ഇനിയൊരു കാലം വരും, അക്കാലത്ത് രാജാവാകാൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത്. അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം. അയാളാകട്ടെ കാര്യം നിർബന്ധിതൻ, നിങ്ങൾ രാജാവാകണം എന്നറിയും. ഒരിക്കലല്ല എന്നറിയും, നിർബന്ധിക്കും. അങ്ങനെ പരിശുദ്ധ കഅബാലയത്തിൻ്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും. അയാളാണ് മഹദി. അതൊക്കെ സത്യമാണ്. അതെങ്ങനെ ഇപ്പോൾ വരിക? നിങ്ങളുടെ കണക്ക് എന്ത് കണക്ക് നിങ്ങൾ പറയുന്നത്? അപ്പൊ ഈ മഹദിയുടെ മുന്നിൽ കവിക്ക് ഇരിക്കാൻ കഴിയും. കാലത്തിനപ്പുറത്തേക്ക് ചാടും കവി. ചിലപ്പോൾ കാലത്തിന്റെ പുറകോട്ടും ചാടും. മദീന പള്ളിയിലെ കവി മദീന പള്ളിയുടെ മസ്ജിദ് ഖുബാന്റെ നിർമ്മാണത്തിൽ കവി പങ്കെടുക്കും. ബദർ യുദ്ധത്തിലും കവി പങ്കെടുക്കും. കവികൾക്ക് ഇനി കഴിയും. മനസ്സിലാണ്ട് പറ. അത് അവര് കാലത്തിന് പുറകോട്ട് ചാടും, മുന്നോട്ട് ചാടും. ഇത്തരം ആളുകൾക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കണം. ഇത്തരം ആളുകൾ ഭ്രാന്തന്മാരാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. നമ്മളുടെ ഒരു സാഹചര്യത്തിൽ ഡൈമെൻഷനിൽ നിന്ന് നമുക്ക് അവർക്ക് ഭ്രാന്താൻ തോന്നുകയാണ്. അല്ല, അവരൊക്കെ നിറഞ്ഞതാണ്, എല്ലാം നിറഞ്ഞതാണ് ഒരു സമൂഹം. ചിന്തിക്കണം. അപ്പൊ ഇവിടെ എന്താ കവി പറയുന്നത്? കവി പറയുന്നത്
എന്നെ അടിമപ്പെടുത്തി ഈ പുണ്യ റസൂല്, ഈ നബി ഷൗക്കൻ പ്രേമത്താൽ ഈ ആളെ കണ്ടുമുട്ടൽ വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. ഈ തോട്ടിൻ്റെ അറമ്പിലും മറ്റുമൊക്കെ നമ്മൾ മൂർക്കം പാമ്പിൻ്റെ തോല് കിടക്കണം. പക്ഷെ അങ്ങനത്തെ സംഗതി എന്ന് പറഞ്ഞാൽ പാമ്പിനത് പ്രയാസകരമായ സംഗതിയാണ്. അതൊരു ഒരു ഘട്ടത്തിൽ അത് അതിനങ്ങനെ തൊലി മാറിപ്പോകാൻ കഴിയൂല. ഇപ്പൊ ജിന്നിന് എന്തിനും കഴിയും. യതശക്കലു ബി അഷ്കാലി മുഖ്തലിഫ, വൈവിധ്യമാർന്ന പല രൂപങ്ങളും സ്വീകരിക്കാൻ കഴിയും. പക്ഷെ ഒരു സെക്കൻഡിൽ കഴിയില്ല. വിവിധങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കുക, ആ രൂപങ്ങൾ സ്വീകരിക്കുക അവരുടെ ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിന് അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. അത് ഞങ്ങൾ വിചാരിക്കും പോലെ നടക്കുന്ന കാര്യമല്ലത്. അപ്പൊ അതിന് ആ ഘട്ടത്തിലേക്ക് അവർക്ക് തരാൻ ഭയങ്കര പ്രയാസമാണ്. ഇയാളെ കണ്ടുമുട്ടൽ എനിക്ക് വലിയ പ്രയാസമാണ്. നമ്മൾക്ക് നബിയെ കണ്ടുമുട്ടൽ പ്രയാസമല്ല. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഒരു സ്ത്രീ എന്നോട് വന്ന്, വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദാറുൽ ഖുർആനിൽ വന്ന ഒരു സ്ത്രീ, ഒരു വൃദ്ധയായ സ്ത്രീ എന്നോട് ആവശ്യപ്പെട്ടു, നബിയെ സ്വപ്നം കണ്ടിട്ടില്ല, നബിയെ സ്വപ്നം കാണാൻ വേണ്ടി ദുആ ചെയ്യണം.